പാലക്കാട് ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് ആലത്തൂർ ASM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. ടൗണിൽ ഡിസംബർ 1 മുതൽ 4 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വടക്കഞ്ചേരി ഭാഗത്തു നിന്ന് ആലത്തൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ NH വഴി സ്വാതി ജംഗ്ഷനിൽ നിന്നും ആലത്തൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ സ്വാതി ജംഗ്ഷൻ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോകണം. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്വാതി ജംഗ്ഷൻ വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു അതുവഴി തിരിച്ചു പോകണം. കാവശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ മലമലമുക്കിലെത്തി നെല്ലിയാംകുന്നം വഴി സ്വാതി വഴി പുതിയ സ്റ്റാൻഡിലെത്തണം. കാവശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും സ്വാതി ജംഗ്ഷൻ വഴി മലമലമുക്കിൽ പ്രവേശിച്ച് കാവശ്ശേരി ഭാഗത്തേക്ക് പോകണം. കുനിശ്ശേരി ഭാഗത്തുനിന്ന് ആലത്തൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ആലത്തൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ പ്രവേശിച്ച് സ്വാതി ജംഗ്ഷനിലൂടെ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി തിരികെ അതേ വഴി പോകണമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. ആലത്തൂർ ടൗണിൽ ഒരുപാട് ബ്ലോക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആലത്തൂർ DYSP സാറാണ് അതിൻ്റെ ഓവറോൾ കൺട്രോളിംഗ് ഉള്ളത്. 5 CIമാരും ഏകദേശം 20ഓളം SIമാരടക്കം 151 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. അപ്പോൾ എല്ലാ വേദികളിലും പ്രത്യേകിച്ചും അതുപോലെ തന്നെ ട്രാഫിക് പോയിൻറ്റുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ട്രാഫിക് ഡൈവേർഷൻസും കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ചുണ്ട്. നമുക്കിവിടെ സ്വാതി ജംഗ്ഷനിൽ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കൺജക്ഷനും അതുപോലെ കിണ്ടിമുക്ക് ജംഗ്ഷനിലും പിന്നെ കിണ്ടിമുക്ക് മുതൽ ലിങ്ക് റോഡ് വരെയും പിന്നെ അവിടെ നിന്ന് മലമുഴപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ യാതൊരു കാരണവശാലും റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് ട്രാഫിക് ഡൈവേർഷന് അതിൻ്റെ ഒരു സ്കീം നാളത്തെയും മറ്റന്നാളത്തെയും പത്രങ്ങളിലൂടെയും ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും പരമാവധി ബസ്സുകളിൽ വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നിർദ്ദിഷ്ട പാർക്കിംഗ് പ്ലേസുകളിൽ തന്നെ അത് പാർക്ക് ചെയ്യുക. റോഡ് സൈഡിലിട്ട് പാർക്ക് ചെയ്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഏകദേശം 3500ഓളം മത്സരാർത്ഥികളും അവരുടെ കൂടെയുള്ള രക്ഷാകർത്താക്കളും അതുപോലെ നാട്ടുകാരും എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺജക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരിപാടി വിജയത്തിലേക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. UTV ന്യൂസ് പാലക്കാട്.